നമ്മളെ കാട്ടിലേക്ക് പോയി നമുക്ക് വരാൻ പറ്റും ഇങ്ങോട്ട് തിരിച്ചിട്ട് തോണി കുടുങ്ങി നമ്മളൊന്ന് ഒളോപ്പാറ ഒന്ന് കാണാൻ പോവാ. കുറച്ച് കണ്ടൽക്കാടും ഇതൊക്കെ ആയിട്ട് കുറച്ച് ചെറിയൊരു വീഡിയോ. ഇത് നമ്മളെ റഫീഖ കേട്ടോ. റഫീഖാക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, CD ഫിഷിങ് ചാനൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റഫീഖ എന്താ പറയാ ഗൈസ്? ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ചങ്ക് ബ്രോന്റെ കൂടെയാണ്, K11 ചെങ്ങായി. ഇന്ന് അടിപൊളി തകർപ്പൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തുന്നതാണ്. ഇപ്പൊ നേരെ വീട്ടിലേക്ക് പോവാ. നമുക്ക് തോണി തുഴയാനൊന്നും അറിയില്ല. തോണി തുഴച്ചിലൊക്കെ അറിയാം റഫീഖാക്ക് മാത്രമേ. അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഒളോപ്പാറന്റെ അടുത്ത പ്രദേശം. എന്താ രസം കാണാൻ. എല്ലാവരും വന്ന് ആസ്വദിക്കണം. ഇവിടെ അകലാപ്പുഴ, നമ്മളെ ചെലപ്പുറം അകലാപ്പുഴ അല്ലേ. നമ്മളെ ഈ പുഴയിലേ, ചെലപ്പുറം പുഴയില് കുറച്ച് കാലം മുന്നൊക്കെ നല്ല അടിപൊളി മീനൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഇരുമീൻ. ഞങ്ങളുടെ നാട്ടിൽ ഇരുമീൻ എന്നാട്ടോ പറയാ. ആറ് നാട്ടിൽ 100 ഭാഷയാണല്ലോ. കരിമീൻ എന്ന് പറയാന്. നല്ല അടിപൊളി മീനൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പൊ മീനൊക്കെ വളരെ കുറവാണ് അല്ലേ റഫീഖ? ആ ബോട്ട് സർവീസ് ഉള്ളത് കൊണ്ട് 6 മണിക്ക് ശേഷം വല ഇടാനൊക്കെ പറ്റുള്ളൂ. പിന്നെ മീനിന്റെ കാര്യം, മീന് അടിപൊളി കൊഞ്ചുണ്ടായിരുന്നു. കൊഞ്ച്, വലിയ കാലുള്ള കൊഞ്ച്. കൊറേ കാലം മുന്നേ എപ്പോഴും ഉണ്ട്. ഇടക്കിടക്ക് ഇന്നാളൊന്ന് കിട്ടീനു, ഈ അടുത്തായിട്ടൊന്ന് കിട്ടീനു. അതൊക്കെ നശിച്ചുപോയി. കണ്ടൽക്കാടുകളൊക്കെ കുറെ ആള് നശിപ്പിച്ച്. ഈ കണ്ടൽക്കാടിന്റെ ഇടക്കാണ് ഈ ചെമ്മീൻ വന്ന് കൂട് കൂട്ടുക. ചെമ്മീനൊക്കെ വളരെ കുറവാ. ഇതാണ് കണ്ടൽക്കാട്. ഇതുണ്ടെങ്കിൽ നല്ല പുഴയിലൊക്കെ നല്ലോണം മീനുണ്ടാവുള്ളൂ. നല്ല വേലിയേറ്റാ അല്ലേ? വേലിയേറ്റത്തിന് ഇതിന്റെ വേരുകളൊന്നും അങ്ങനെ പുറത്തേക്ക് കാണൂല. ഇതാണ് നമ്മളെ പാടിയത്തോടി എന്നാ പറയാ. അവിടെ ഒരു 100 ഏക്കർ സ്ഥലം അല്ലേ? എത്ര ഏക്കർ? 100 ഏക്കർ സ്ഥലമുണ്ട്. 100 ഏക്കർ സ്ഥലം ഉണ്ടല്ലേ പാടിയത്തോടി? അടിപൊളിയാ. ഒരു ദ്വീപ് മാതിരിയാണ് പാടിയത്തോടി. ഫുള്ള് പക്ഷികളുടെ ആവാസ കേന്ദ്രം. അടിപൊളിയാ. പക്ഷികൾ എത്ര ഉണ്ടാവാ? വൈകുന്നേരം 6-6:30 ആയാൽ ഫുള്ള് കിളികളേശ പക്ഷികൾ അല്ലേ? അടിപൊളിയാ. രസാ കാണാൻ. പാടാണ് റഫീഖ. നമ്മുടെ സലീം ഭായ് ഇതാ തോണി തൊഴഞ്ഞു പഠിക്കുക. ഇങ്ങനെ പോവാ. വളയ്ക്കാൻ എന്താക്കൂ? ലെഫ്റ്റിലിട്, റൈറ്റിലിട്. എന്നിട്ട് റൈറ്റിലിട്ടാണ് തൊഴഞ്ഞൂട്. കാട്ടിലേക്കൊന്നും പോല. അങ്ങനെ പോവാ. സ്പീഡ് തൊയ്. കാട്ടിലേക്കാ പോകുന്നത്. ഇങ്ങനെ തൊഴഞ്ഞു പഠിക്കുക. അതാ ആ സൈഡിൽ കാണുന്നതാണ് ഒളോപ്പാറ. നമ്മുടെ K11 ചെങ്ങായി ഇതാ റിവേഴ്സ് പോകുന്ന. ഫ്രണ്ട് തോച്ചിട്ട് പോകുന്നില്ല, റിവേഴ്സിലത് പോകുന്ന. മുന്നോട്ട് പോയി. ഫ്രണ്ട് വരട്ടെ. ഈ സൈഡില് ഇത് ഈ തോണി തൊഴിലും കിണറിന്റെ പണിയും ഒക്കെ ഭയങ്കര മാറ്റമാണ്. തോണി തൊഴില് കിണറിന്റെ പണി എടുക്കുന്ന മാതിരിയല്ല. അതേപോലെ വണ്ടി ഓട്ടുന്ന മാതിരിയല്ല. വണ്ടി നമുക്ക് എത്ര വേണേ ഓട്ടാം. തോണി തൊഴന്നല്ലേ. തോണി തൊയ്യാൻ നല്ല സുഖമായിട്ട് ഓടി വന്നതാ ചങ്ങായി. തോണി തോണി ഇതാ ഇവിടെ കിടന്ന് വട്ടം കറങ്ങുകയാണ്. വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. നേരെ പോകാൻ തോന്നുന്നില്ല. തോണി തൊയഞ്ഞ് പഠിച്ചാലേ 2 സൈഡൊന്നും ഇടണമല്ല, ലെഫ്റ്റ് സൈഡ് മതി. തോണി പോകുന്നുണ്ടല്ലേ, ലെഫ്റ്റ് സൈഡ് ഇട്ടിട്ട് അടിച്ചു വിട്ടു പോകും തോണി. ചില്ലറ പാടൊന്നല്ല ഇത് തൊയേ. തോണി ഇതാ എരങ്ങോല എവിടെ വെച്ചാലും തോണി പോവും. ഉണ്ടോ? കറക്റ്റ് ആയിട്ട് എങ്ങോട്ടും തിരിയൂല. അത് അങ്ങോട്ടോ പോകുന്നവർക്ക് കറക്റ്റാണ് തോണി പോകുന്നത്. നമ്മളെ നാട്ടിൽ പറയുന്ന ഇതിന് എരണ്ടാനെ കാണുന്നുണ്ടോ? ഇതാണ് എരണ്ട. നമ്മുടെ നാട്ടിൽ ഇനി പറയുന്ന പേരാണ് എരണ്ട. പിന്നെ ഇടയ്ക്ക് ഒന്ന് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പയറ്. ഇത് ശരിക്കും ഇത് പയറൊന്നും അല്ല കേട്ടോ. അത് പയറാന്ന് വിചാരിച്ചു ഇനി ആരും കറിയക്കണ്ട. ഇംഗ്ലീഷ് പാടത്തിലൊക്കെ പോകുന്ന മാതിരി. ഇംഗ്ലീഷ് പാടാ കാട്ടിക്കൂടി നമ്മളീ പോകുമ്പോ എന്തോ എന്തെടുത്ത് താഴക്കാനാ പറഞ്ഞത്? മരം തട്ടിപ്പോണ്ട തിരിച്ചു വരുന്നത്. നമ്മള് പോയിട്ട് പെട്ട് നല്ല പെടലാൻ വെട്ടിയ കാട്ടികമായിട്ടാ പോവാൻ ഞങ്ങൾ കഴിഞ്ഞതുമില്ല. അടാ അത് തട്ടണ്ട. മരം തട്ടി. ആ കാട്ടിൻ്റെ അകത്ത് പോയി കുടുങ്ങി മനുഷ്യൻ. എമ്മാരി കാടാണ്. ഇതുണ്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയത്. അടിപൊളി കാടല്ലേ. എന്തുവേണം? ഞങ്ങൾ ഒന്നും കൂടി അങ്ങോട്ട് പോകാൻ കഴിയുമോ നോക്കാം. പോകാൻ കഴിയോ? പോവാ നോക്കാം. റിവേഴ്സ് പോവാ.
ഒന്നും കൂടി പോകാൻ കഴിയും നോക്കാം. ഇവിടെ ഒരു സാധനം ഉണ്ട്, ഒരു ഉപ്പൂറ്റി എന്ന് പറഞ്ഞ ഒരു ചെടിയല അല്ലേ റഫീക്ക? ഉപ്പൂറ്റി ഒരു ഈ കുനിഞ്ഞി ഇരുന്നിട്ടൊക്കെ പോകുന്നു. ഇത് നമ്മളെ യാത്ര തന്നെ മതിയടാ ഇത് അല്ലേ. ഇത് പെൻസില് പോലെ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന സാധനം കണ്ടോ, ഇതാണ് ഉപ്പൂറ്റി എന്ന് പറയുന്നത്. കണ്ടൽക്കാടിന്റെ മെയിൻ സാധനമാണ് ഇത് ഉപ്പൂറ്റി. ഇതുകൊണ്ട് എന്താ കാര്യം? മെയിൻ ഇത് വെള്ളത്തിനെ നല്ല ക്ലിയർ ആക്കി എടുക്കും. വെള്ളം ഉപ്പുജലവും ഉപ്പുവെള്ളവും ഒക്കെ ക്ലിയർ ആക്കും. അതാണ് ഇത് ഉപ്പൂറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ വേരുകൾ കണ്ടോ, അതാ ഈ കണ്ടൽക്കാടിന്റെ വേരുകൾ മണ്ണൊലിപ്പ് തടയാനും ഫുള്ള് അടിപൊളിയാണ്. വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല കിളികളും എല്ലാം ഉണ്ടാകും. എരണ്ട, അതേപോലെ കുളക്കോയി. നമ്മളെ നാട്ടിൽ കുളക്കോയി എന്ന് പറയാം. ആ കറുത്ത കിളീന്റെ പേര് കുളക്കോയി തന്നെയല്ലേ അല്ലേ? കുളക്കോയിനെ കാണിക്കാൻ ഇതിൻ്റെ അതില്ല, കാണുന്നില്ല. ആ വൈകുന്നേരം തന്നെ വരേണ്ടി വരും. നമ്മൾ പുഴേന്റെ നടുക്കില് ഒരു സൈഡിൽ വന്നതാ. ഇപ്പോഴത്തെ തലമുറ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. കൈതോല അതുണ്ടോ? കൈതോല അതാ കുറെ ഉണ്ട്, പക്ഷെ കൈതോലപ്പായി കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. കൈതോലേനോണ്ട് ഒരു പായ ഉണ്ടാക്കാം. നല്ല പാമ്പുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലം അത്. നമ്മളെ കാട്ടിലേക്ക് പോയാൽ നമുക്ക് വരാൻ പറ്റും. ഇങ്ങോട്ട് തിരിച്ചിട്ട് തോണി കുടുങ്ങി എന്താക്കും? അല്ല, അങ്ങോട്ടൊക്കെ പോയാൽ നമ്മ തിരിച്ചു വരാൻ കഴിയോ? തിരിച്ചു വരുന്നത് പിന്നെ ചിന്തിക്കാം. നമ്മളങ്ങോട്ട് വിടങ്ങോട്ട് അടിച്ച് കേറി വാ. അങ്ങോട്ടൊക്കെ പോയാൽ തിരിച്ചു വരാൻ കഴിയോ? അടിപൊളി സ്ഥലല്ലേ ഓളോപ്പാറ പറഞ്ഞ അടിപൊളിയല്ലേ? വ്യൂ നോക്കി. മീനൊന്നുമില്ല കാണാൻ? മീനെ കാണുന്നില്ല, അത് വെള്ളം വേലിയായിട്ടാ. നമുക്ക് വെള്ളം ഇങ്ങനെ വളച്ചു നേരെ വിട്ടോ. അതാ ഒരു ഒഴിവതാ കാണുന്നതാ. എന്നിട്ടോ നേരെ വിട്, ഒന്നും നോക്കണ്ട, ഞാനല്ലേ കൂടെ. CD ഫിഷിംഗ് ഇല്ലേ കൂടെ, ഈ വിട്ടോ. ഇത് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിക്കാനൊന്നും ആയില്ല, ഈ വിട് നേരെ. എക്സിറ്റ് അടിക്കാൻ സ്ഥലമുണ്ട്. ഇനി ഞാൻ തോണി തോയഞ്ഞ് പഠിച്ചിട്ട് തന്നെ ആയി കാര്യം. തോണി തോയഞ്ഞ് പഠിച്ചിട്ട് ഈ പോയാ മതി. എനിക്ക് പറയാനുള്ളത്. ഇനി എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങോട്ടേക്ക് സൈഡാക്ക്. നമ്മള് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെങ്കിലും ഇവിടെ തടിയെടുക്കണം. അന്നക്കൊണ്ട ഫിലിമിലേ അവിടെ ആയിരുന്നു തോന്നുന്നു ഇവിടെ ഷൂട്ടിങ് ചെയ്തത്. അങ്ങോട്ട് പോയിക്കോട്ടെ. അന്നക്കൊണ്ട ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തത് കാട്ടുന്നു. പഠിച്ചല്ലോ, പഠിച്ചല്ലോ. അല്ല, ആടെ ഇരുന്നിട്ട് തോയാ കയ്യായിട്ട് എനിക്ക് കാട്ടിന്റെ ഉള്ളിൽ പോയി വരുമ്പോഴത്തേക്ക് പഠിച്ചു. അല്ലേ, ആ വടിയുള്ളതിനോട് എനിക്ക് തോയാൻ കയ്യായിട്ട്. റെഡിയല്ലേ? ഇപ്പൊ കിണർ കുഴിക്കുന്ന അതേ സെയിമായി വന്നില്ലേ? ഇതാണ് കണ്ടൽക്കാടൊക്കെ കുറെ നശിച്ചു പോയിന്. മീൻകാലം ഒരു പ്രതീക്ഷയാണ്. കണ്ടൽക്കാട് കുറെയൊക്കെ ഉണങ്ങിപ്പോയി. ഇതാ നല്ലോണം ഉണങ്ങിപ്പോയി. വരൾച്ച വരുന്നുണ്ടോ? വരൾച്ച ഉണ്ടെങ്കിൽ ഉണങ്ങി പോവാ. വരൾച്ചന്റെ ഒരു ലക്ഷണാന്നാ തോന്നുന്നത്. കണ്ടൽക്കാട് ഉണങ്ങിപ്പോന്നോ? കണ്ടൽക്കാടൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഈ തോണിയിൽ വന്നിട്ട് എന്തായാലും പറ്റിയേ? ഈ തോണിയിൽ വന്നിട്ട് ഇവിടുന്ന് കടലിലെത്തിയപ്പോണ് തോണി ഒരു കമ്പനിക്കാരുണ്ട്, ഓനെ ഇളക്കി. അറിയുന്നത് ഗൾഫിലാണല്ലേ. ഒന്നായിട്ട് തോണി ഇളക്കി ഒന്നായിട്ട് മറിഞ്ഞു വീണ്. അതിലൊരു ചങ്ങായി ഷൂ ജീൻസ് ഒക്കെ ഇട്ടിട്ടാ വന്നത്. ഓൻ വേറെ എവിടെ പോകാൻ വന്നാ, ഞങ്ങള് പിടിച്ച് കയറ്റിയതാ. പക്ഷെ ആള് ചളി താന്നുപോയി. ഒരു രക്ഷയില്ല. ഞാനും വേറെ ഒരു കമ്പനിക്കാരും കൂടി പൊന്തിക്കാൻ നോക്കി, ഒരു രക്ഷയില്ല. ചങ്ങായി മുടി പിടിച്ചാളാ, മുടി പിടിച്ച് വലിച്ചാളാ. ലാസ്റ്റ് ഞങ്ങൾ രണ്ടാളോട് മുങ്ങിയിട്ട് അതിന്റെ അടി പോയി ഷൂ അടക്കം കാലടക്കം പൊന്തിച്ചെടുത്താണ്. ആയം കുറവാണ്. ഒരാൾക്ക് മുങ്ങാൻ മാത്രം ആയേ ഉള്ളൂ. പക്ഷെ അവൻ ചളി കുടുങ്ങി പോയതാ. രക്ഷിച്ചു ഞങ്ങള്. വെള്ളം തോണി മറിഞ്ഞപ്പോ ചളി കുടുങ്ങി പോയി. തോണി മറിഞ്ഞ് വീണ് ചളി കുടുങ്ങി പോയി. ഇതൊക്കെയാണ് നമ്മള് പാറ. ശരിക്കുള്ളോ പാറ. പോയി പുഴ മുറിച്ച് കിടന്ന് ഞങ്ങൾ ഇവിടെ എത്തി. നല്ല വലുവ കേട്ടോ, നല്ല വലുവാ. നല്ല വലുണ്ട്. വരങ്കോലിട്ട് കണ്ടില്ലേ? അടിവയ്ക്കാണ്. തോണി പോയിട്ട് ഓളോപ്പാറ കാണാനൊരു പ്രത്യേക രസം തന്നെ. തോണിയാ നീങ്ങി പോകുന്നല്ലേ, ഞങ്ങൾ നീങ്ങി പോകും. നമ്മളെ ഓളോപ്പാറ ബോട്ട് സർവീസ്. തോണിന്ന് ബോട്ട് കാണാൻ ഒരു പ്രത്യേക രസം തന്നെ. പൊളി തന്നെ അല്ലേ? എന്താ ഹരം. ഒരു ദിവസം പോണോ? തോണിയിൽ പോകാനും അതിലേറെ ഹരാണല്ലേ. തകർത്താണല്ലോ ഒരു ദിവസം പോയിട്ട്. തകർക്കണം. സുനാമി വന്നപ്പോൾ ഒരുവിധം തടഞ്ഞത് കണ്ടൽക്കാട് ഉള്ളതിനോണ്ടാണ് കുറേയൊക്കെ പ്രശ്നങ്ങൾ ഒഴിവായത്. ഈ സ്ഥലം കണ്ടു. ഈ സ്ഥലത്ത് നിന്നാണ് നമ്മളന്ന് എരുന്തുണ്ടാക്കുന്ന വീഡിയോ ചെയ്തത്. ഈ സ്ഥലത്ത് നിന്ന് അതിന് എരുന്തുണ്ടാക്കുന്ന നമ്മൾ വീഡിയോ ചെയ്തത്.
നമ്മൾ ബോട്ടിൻ്റെ അവിടെ നിന്നൊക്കെ കുറേ കൂടെ വിട്ടു പോകുന്നു. ഇനിയിപ്പോൾ നമ്മൾ തോണി സൈഡാക്കാൻ വേണ്ടി പോവാം. ഇതാണ് ചുള്ളിക്കൊമ്പ്. എന്താ ചുള്ളി? നല്ല മുള്ളുണ്ടല്ലോ. നല്ല മുള്ളാ അല്ലേ? അടിപൊളിയാ. മീനുണ്ടാവും ഇവിടെ? മീനോ? എവിടെ ഉണ്ടാവേ? നല്ല അടിപൊളി മുള്ളാ. ഇതാണ് ജട. ഇതാണ് ജട. സന്യാസിയുടെ ജട പോലെ നിൽക്കുന്ന ഈ സാധനമാണ് ജട. അത് ഞാൻ പറയപ്പെടുന്ന പേരാണ് റൈസോഫോറ. റൈസോഫോറ എന്നാ പറയാ. ജട അല്ലേ? ഇതാണ് റഫീഖാക്ക വലട്ട് വന്ന റെസ്റ്റ് എടുക്കുന്ന സ്ഥലം. എവിടെ അത്? എങ്ങനെ അതിൻ്റെ ഉള്ളോട്ട് കാണാൻ പോകുന്നുള്ളൂ. സാഹസികതാണൊക്കെ. കാടിന് പോയിട്ട് പെട്ട് ഫോണൊക്കെ പോയി. തിരിച്ചുപിടി ഇത് പോയി. എൻ്റെ അമ്മേ നോക്കണേ. ഇതെന്താ ആർച്ച് മാതിരി ഉണ്ടല്ലോ? ആർച്ച് മാതിരി ഉണ്ടല്ലോ. ഇവിടാണ് റെസ്റ്റ് എടുക്കുക. ഇവിടാണ് മോനെ നമ്മളെ വലട്ട് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സ്ഥലം. സുഖമായിട്ട് കിടക്ക ഇവിടെ. ഇതുണ്ടോ തോണി വലിച്ചോ? എന്താ രസം. തോണിയൊന്നും വലിച്ചോല. ഇവിടെ ഇങ്ങനെ കിടക്കോ. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് പോയി വല എടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂറെങ്കിലും കഴിയും വല എടുക്കാൻ പോയെ. ചാകര. ഇന്നിപ്പം വെള്ളം വേലി ആയതുകൊണ്ടാണ് വല ഇടാഞ്ഞ്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒന്ന് ഇറങ്ങും മീൻ പിടിക്കാൻ. നല്ല കരിമീൻ, ഞണ്ടുണ്ട് ഇപ്രാവശ്യം. ഞണ്ടുണ്ടോ? കുറച്ച് വലുപ്പമുള്ള ഞണ്ട്. നല്ല ഞണ്ടുണ്ട്. നല്ല ചോപ്പ് കല്ലുണ്ടല്ലേ? അത് കിട്ടുമ്പോ അടിച്ച് തകർക്കും. സോണിക്ക് എത്ര വയസ്സായി റഫീഖ? സോണിക്ക് 35 വയസ്സായി. ഒരു 10 കൊല്ലം മുന്നേ 6000 ഉറുപ്പിക എടുത്ത് വാങ്ങിയ സാധനം. ഒരു 5000 ഉറുപ്പിന്റെ ചെമ്പിന്റെ ആണി ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. മുതല് ഇനി ഓടും ഒരു 10 വർഷമോ. എന്തിനാ കുമ്മായിട്ടെ ലീക്ക് വന്നിട്ടതാ. എന്നാലും നിക്കൂ. ലീക്ക് കോൺക്രീറ്റ് ചെയ്താൽ ഒന്നായിട്ട്. തോണി കാണിച്ചു കൊടുക്ക്. കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത തോണി. എവിടെ കണ്ടിക്കുന്ന ആരെങ്കിലും ഇങ്ങനത്തെ തോണി? സിമന്റ് ഒക്കെ കാണുന്നുണ്ട്. അടിപൊളിയാ. ആ നേരെ കാണുന്ന അതാണ് കണ്ടൽക്കാടിന്റെ രാജാവ്. മണ്ണൊലിപ്പ് തടയുന്ന ഏക സാധനം ആ കാടിലാ. അപ്പൊ നമ്മളെ ചെലപ്പുറത്ത് അകലാപ്പോയന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തു നിന്നും അടുത്ത ലൊക്കേഷൻ തേടി ഇനിയും നല്ല വീഡിയോസുമായി ഇനിയും കാണും. K11 ചെങ്ങായി.